പുതിയൊരു പ്രേമം നടക്കുന്നുണ്ടല്ലോ. ഇതെന്ത് കോളിംഗ് ബെല്ലോ? കോളിംഗ് ബെല്ലിൻ്റെ ഒരു സൗണ്ട് ഇട്ടിട്ടുണ്ടോ നിങ്ങൾ? കക്കാന്ന് പറഞ്ഞിട്ട് അതുപോലെ തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. തേച്ചെന്നോ ഒരു പട്ടാളക്കാരൻ വന്നെന്നൊക്കെ പറയുന്നേ. അതെ, ഡൽഹി ബേസ്ഡ് മലയാളി അല്ലേ? ഡൽഹിയിലുള്ള പട്ടാള കമാൻഡോ അവരൊക്കെ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. മറ്റേ വന്ദേ ഭാരതം പറഞ്ഞതിന് ശേഷമാണ് പട്ടാളക്കാരൻ സെറ്റായതോ? റിലേഷൻഷിപ്പ് ആയോ? ഇതുവരെ ആയിട്ടില്ല. ഇത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ ഒരു കാല. അതിന് ഇപ്പം തന്നെ അമ്മച്ചിനെ കൊണ്ടൊരു സമാധാനമില്ല. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കൊണ്ട് നടന്നിട്ടാണ് ഉള്ള സമാധാനം കൂടെ കുറച്ചെങ്കിലും ഉള്ളത് അതും കൂടെ പോവാൻ. ഈ ചോദ്യം ചോദിക്കുന്നവനെ എങ്ങാണ്ടും കൈ കിട്ടിക്കഴിഞ്ഞാൽ പുതിയൊരു പ്രേമം നടക്കുന്നുണ്ടല്ലോ. യുകെക്കാരനെ വേറിലെ എവിടേക്കാ തേച്ചെന്നോ ഒരു പട്ടാളക്കാരൻ വന്നെന്നൊക്കെ പറയുന്നേ. അതെ, ഡൽഹി ബേസ്ഡ് മലയാളി അല്ലേ? ഡൽഹിയിലുള്ള പട്ടാള കമാൻഡോ അവരൊക്കെ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ആരുടെ കഷ്ടകാലത്തിനാണോ എന്തോ ഇവരുടെയൊക്കെ ഫ്രണ്ടായിട്ടിരിക്കുന്നത്. ഇനി അവരെയും കൂടെ പറയിക്കാൻ വേണ്ടിയിട്ട് തള്ളച്ചിറങ്ങും ഇപ്പോൾ. ഇനി പറയിക്കാനൊന്നുമില്ലല്ലോ, ഈ ഇൻ്റർവ്യൂവിലൂടെ തന്നെ പറയിച്ചല്ലോ അമ്മച്ചി. ഈ മിലിറ്ററി ഓഫീസിനോടൊക്കെ കുറച്ച് ബഹുമാനമുണ്ട്, അതില്ലാണ്ടാക്കരുത്. രേണുസുതി അമ്മച്ചി, നിങ്ങൾ വേറെ വല്ലവരെയൊക്കെ പിടിക്കുക, ആ മിലിറ്ററി ഓഫീസേഴ്സിനെ വിട് പ്ലീസ്. ഇനി അവരോടുള്ള ബഹുമാനം കൂടെ ഇല്ലാണ്ടാക്കി അവരെ കൂടെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഒള്ളി വരരുത്, ആന എഴുന്നള്ളുന്ന പോലെ. വന്ദേ ഭാരതം പറഞ്ഞതിന് ശേഷമാണ് പട്ടാളക്കാരൻ സെറ്റായതോ? റിലേഷൻഷിപ്പ് ആയോ? ഇതുവരെ ആയിട്ടില്ല. ഇത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ ഒരു കാലമാണ്. 2, 3, 4 മാറി ഫ്രണ്ട്സ് ഉണ്ട്, പട്ടാളക്കാരുണ്ട്, ഡൽഹി ബേസ്ഡ് ഓഫീസർ തന്നെയാണ്. ഇപ്പൊ ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരങ്ങനെ ആളുണ്ട്, ഫ്രണ്ട് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ആൾക്കാർ അറിയുന്ന കമന്റ് ഇടുന്നെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. ഇതെങ്ങനെ ഈ ക്യാമറയുടെ പുറകെ നിൽക്കുന്ന അലവലാതി അറിയുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ള ആൾക്കാരുടെ സംശയം. ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പില്ലാത്ത ഒരു അമ്മച്ചി ഉണ്ടെങ്കിൽ പേര് രേണുസുതി എന്ന് മാത്രമായിരിക്കും. പോകുന്നിടത്തൊക്കെ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ച് വരുത്തി ചോദ്യങ്ങൾ ചോദിപ്പിച്ച് അടുത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി ഇതിൽ റീച്ചിൽ നിൽക്കുക. ഉളുപ്പില്ലാത്ത ഒരു സാധനം. നിങ്ങളുടെ ഫാനാന്നല്ല, കറങ്ങുന്ന ഫാൻ്റെ കാര്യം വല്ലതായിരിക്കും പറഞ്ഞത്. നിങ്ങളുടെ ഫാനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങേരുടെ ഗതികേടെന്ന് എനിക്ക് പറയാനുള്ളൂ. ആരാധനയാണ്, എന്താണ് തോന്നാൻ കാരണം ആൾക്കല്ലേ അറിയത്തുള്ളൂ. ആള് പറയുന്നത് ഇങ്ങനെ ഭയങ്കര എല്ലാത്തിനും ഇങ്ങനെ എന്ത് നെഗറ്റീവ് വന്നാലോ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടാ കാണുന്നേ. എങ്ങനെയായിട്ടാ കാണുന്നേ? അമ്മച്ചിക്ക് നെഗറ്റീവ് റീച്ചാണ് വേണ്ടതെന്നുള്ളത് ആ ഓഫീസേഴ്സിന് അറിയാത്തതുകൊണ്ടായിരിക്കും. എങ്ങനെയെങ്കിലും നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ നടന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ഈ അമ്മച്ചിക്ക് ആരാധന ഉണ്ടാക്കുന്നത് മിലിറ്ററി ഓഫീസേഴ്സ്. തീർന്ന്. ശരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഈ UK സ്റ്റോറി പോലെയുള്ള വെറും ഒരു സ്റ്റോറി മാത്രമാണോ അമ്മച്ചി ഈ മിലിറ്ററി ഓഫീസർ? അങ്ങനെ ആയിരിക്കട്ടെ. കാരണം മിലിറ്ററി ഓഫീസേഴ്സിനൊക്കെ അത്യാവശ്യം ബോധമുണ്ട്. നീ ഒരു ബോധവും പോക്കണോ ഇല്ലാത്ത ആൾക്കാരാണ് ഇതുപോലുള്ള അവതാരങ്ങളുടെ ഒക്കെ ഫാനായിട്ട് മാറുന്നത്. നേരത്തെ പറഞ്ഞില്ലേ? അല്ല, അങ്ങനെയാണല്ലോ പറയുന്നത്. UK-കാരുണ്ടെന്നല്ലേ മീഡിയ തന്നെയല്ലേ പറഞ്ഞ, ആൾക്കാർ തന്നെയല്ലേ പറയുന്നത്. ഈ ആൾക്കാർ തന്നെയാണ് പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞത്. പട്ടാളം ആളുള്ളതാണ്. ഓരോ കോപ്രായങ്ങളും കാണിച്ചു കൂട്ടി ഓരോന്ന് ചെയ്തിട്ട് അതിന് വിധവാന്നുള്ള ആ ഒരു പ്രിവിലേജ് ഏറ്റെടുത്ത് നടക്കുക ഉളുപ്പില്ലാത്ത സ്ത്രീ. വേറൊരു രീതിയിൽ കാണുന്നുണ്ട് തോന്നുന്നുണ്ടോ? കുടുംബത്തിൽ തന്നെ നമ്മളത് കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലും എനിക്ക് ചില ഞങ്ങളുടെ ആന്റിമാരൊക്കെ പണ്ടേ വിധവയായവര് ഒരു നല്ല കാര്യത്തിന് ഒരു കല്യാണാലോചന, ഒരു അവരുടെ കസിന്റെ കല്യാണാലോചനയ്ക്ക് അവരെ മാറ്റി നിർത്തും. കാരണം വിധവയാണ്. പക്ഷെ അതൊരു വിധിയാണ് അവരെ അങ്ങനെ ആക്കിയെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. അത് ഒരിക്കലും ദോഷമല്ല. വിധവകളെ മാറ്റി നിർത്തുന്ന അത് വിധവകളെ മാറ്റി നിർത്തുന്നതാണ് ദോഷം. എന്തിനാണ് അവരെ അങ്ങനെ? എനിക്കറിയില്ല. അതൊക്കെ പണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ മാറ്റി നിർത്തത്തൊന്നുമില്ല. പണ്ടുള്ള കാര്യങ്ങളിൽ ഈ ഭർത്താവ് മറ്റു സ്ത്രീകൾ അല്ലെങ്കിൽ പ്രസവിക്കാത്ത സ്ത്രീകളൊക്കെ ഫംഗ്ഷന് വരുന്നത് മോശമാണെന്നൊക്കെ മുമ്പത്തെ ആൾക്കാർ പറയാറുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ല അമ്മച്ചി. ഇപ്പോഴത്തെ ആൾക്കാർ എല്ലാവരും ചേർത്ത് നിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇയാളെ പോലെയുള്ള കുറേ അമ്മായിമാരുണ്ട്, അവരുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴും അതുപോലെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു 95-99% ആൾക്കാരും ഇതൊക്കെ വിട്ട് ഇപ്പം ഈ ഒരു ഭാഗമേ നോക്കാറില്ല. അത്
അത് എല്ലാവരും ഇല്ല, എല്ലാവരും ഞാൻ പറയത്തില്ല, കാണും, ഉറപ്പായിട്ട് തീർച്ചയായിട്ടും കാണും. അങ്ങനെയാണ് അതൊരു നമ്മുടെ ഒരു അതായത് സൊസൈറ്റി ഒന്ന് കെട്ടിയതാണല്ലോ, ഇപ്പൊ കൂടെ ഒരാളില്ലല്ലോ എന്നുള്ളൊരു തോന്നല് മറ്റുള്ളവർക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ആണുങ്ങൾ രണ്ടു തരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്, എല്ലാവരും അല്ല. എല്ലാവരും ഞാൻ അടക്കി പറഞ്ഞല്ലോ, ഈ വനിതാ തെറ്റി ഒരിക്കലും ആണുങ്ങളെ ഞാൻ അധിക്ഷേപിച്ചതല്ല. ചില ആണുങ്ങൾ അങ്ങനെയാണ്, ഇപ്പൊ കെട്ടിയതല്ല ആ രീതി. നിങ്ങൾക്ക് അറിയാലോ, എനിക്കിപ്പോ പ്രത്യേകിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ രീതി കാണുന്നവരുമുണ്ട്, കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും അവർ തിരിച്ച് നമ്മളോട് പെരുമാറുന്നത്. നമ്മൾ അവരോട് മാന്യമായിട്ട് അമിത സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ട് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പെരുമാറിക്കഴിഞ്ഞാലോ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ അവർക്ക് അമിതമായ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ മൊബൈലൊക്കെ കൊണ്ടുപോകും. എനിക്ക് ഇത് ഏറ്റവും വലിയ മൊബൈല്. ഈ നിങ്ങൾ ഉദ്ദേശിച്ച ഐഫോൺ ആണോ? എനിക്ക് താല്പര്യമില്ലാത്ത സാധനം ഞാൻ, നമുക്ക് താല്പര്യമില്ലാത്ത സാധനം നമ്മൾ അങ്ങനെ ഉപയോഗിക്കും. എനിക്കാണ് ഐഫോൺ മേടിക്കാനുള്ള പൈസ എൻ്റെ ഉണ്ട്, ഞാൻ മേടിക്കുന്നില്ല തൽക്കാലത്തെ. വലിയ മൊബൈലാണ്. താല്പര്യമില്ലാത്തതിന്റെ കാരണം ഞാൻ എങ്ങനെ സത്യം പറഞ്ഞ ഒരു റീല് സമയം പോകാൻ എടുക്കും, അത് മാറും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ മിറർ സെൽഫി എടുക്കണമെന്നില്ല. അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ല. വീഡിയോ കോൾ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. അധികം ചെയ്യാറില്ല, അത്യാവശ്യത്തിന് മാത്രം ചെയ്യും വീഡിയോ. കേട്ടല്ലോ, ഐഫോണൊക്കെ മേടിക്കാനുള്ള കാശ് അമ്മച്ചിയുടെ കയ്യിലുണ്ട്. ഇനി ആരും വന്ന് പറയരുത് അവർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുക എന്നുള്ളത്. കയ്യിൽ പൈസയൊക്കെ ആയിട്ടുണ്ട്, ജീവിക്കാനുള്ള കഷ്ടപ്പാടൊന്നുമില്ല. എന്നിട്ടും അമ്മച്ചി പറയുന്നത് നാട്ടുകാരെൻ്റെ മക്കളെ വന്ന് നോക്കട്ടെ, നാട്ടുകാർ ചിലവിന് തരട്ടെ, എന്നാൽ ഞാൻ വീട്ടിലിരിക്കുകയെന്നാണ് ഉളുപ്പില്ലാത്ത തള്ള. ഇവരെ കുറിച്ചിട്ട് മഞ്ജു പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ വനിതാ ദിനമല്ലേ, ലേഡീസ് ഡേ, അപ്പോൾ അതുകൊണ്ടിട്ടൊന്ന് പറയണമെന്ന് തോന്നി. നമ്മൾ എങ്ങനെയും ജീവിക്കാൻ പാടില്ല, ഡിഗ്നിറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട കേട്ടോ. നമ്മൾ നല്ല അഭിമാനത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ്. അതാണ് സ്വന്തം നിലയും വിലയും കളഞ്ഞിട്ട് ഒരു നിലവാരം ഇല്ലാണ്ട് ആൾക്കാരെ കൊണ്ട് പറയിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. കുറേ കഴിയുമ്പം ഈ പോയ ഡിഗ്നിറ്റി തിരിച്ചു പിടിക്കണമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാലും പറ്റിയെന്ന് വരത്തില്ല. അതോർക്കുന്നത് നന്നായിരിക്കും, അതിപ്പോൾ ആരാണെങ്കിലും. അത് ആണായാലും പെണ്ണായാലും ഡിഗ്നിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരാൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബേഴ്സ് ഓപ്പോസിറ്റുള്ള ആളോട്, സെലിബ്രിറ്റികളോട് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുന്നതാണ്. ആ ധൈര്യം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. എന്നോട് എന്ത് അവൻ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം, അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരുത്തനും കൊടുക്കരുത്. ആരോടായി പറയുന്നത്? അമ്മച്ചി എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരുടെ വാലിയെ പിടിച്ച് നടക്കും. ഇതാണ് അമ്മച്ചിയുടെ സ്വഭാവം. എങ്ങനെയൊക്കെ അവർ എൻകറേജ് ചെയ്ത് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിപ്പിക്കാൻ പറ്റുമോ അവരിങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ അമ്മച്ചി അങ്ങോട്ട് പറഞ്ഞു ചോദിപ്പിക്കും. പെണ്ണായാലും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറേ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ കയറുന്നു. അപ്പോൾ ബാഗിൽ കുറേ യൂട്യൂബേഴ്സ് വന്ന് നിന്നിട്ട് എന്ത് വലിയ വണ്ടിയാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് കുട്ടി ചിരിക്കുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ആ ഒരു അവസരം നമ്മൾ ഒരുത്തനും ഉണ്ടാക്കി കൊടുക്കരുത്. എന്നോട് അത് പറയാൻ അവൻ പേടിക്കണം. അത് ഒരുത്തിനെ പോയി അടിച്ചിട്ടൊന്നുമല്ല പേടി ഉണ്ടാക്കേണ്ടത്, അത് നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം ഒക്കെയാണ്. അതിൽ കുറച്ചിട്ടുള്ള സന്തോഷം മതി നമുക്കെന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നമുക്ക് പിറകെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ അച്ഛനമ്മ, എല്ലാവർക്കും നമ്മളെക്കുറിച്ച് അഭിമാനിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വഴി കൂടി പോണ ആരാണെങ്കിലും ഏതവനാണെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ അളന്ന് സംസാരിക്കാൻ അവൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവരുത്. അവൻ പേടിക്കണം. അവളോടത് പറഞ്ഞാൽ ശരിയാവില്ല, അവളെങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് മുമ്പിലുള്ളവർക്ക് ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് സ്ത്രീകളോട്. മോശമായിട്ട് ഒരാൾ സംസാരിച്ചെന്ന് തോന്നിയാൽ പിന്നീട് അവനത് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത് നിങ്ങൾ, കേട്ടോ. ഇത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ. അപ്പോൾ വന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. രേണു സോദി അമ്മച്ചി വട
എന്നുള്ളത് ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്തായിരുന്നു. ഞാൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്ന വീഡിയോ. എനിക്ക് വയ്യ ഈ തള്ളയുടെ അപരാധങ്ങൾ ചെയ്ത് ഒരു അവസ്ഥയായപ്പോൾ ഞാൻ നിർത്തിയതാ. എവിടെ ഈ തള്ള നിർത്തത്തില്ല, പിന്നെ ഞാനെന്ത് ചെയ്യാനാ വീണ്ടും വരിക. എൻ്റെ പൊന്നെ തള്ളേ, ആ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ പേര് വലിച്ചിട്ടിട്ട് അവരെ കൂടെ ഇതിൽ വെറുപ്പിക്കരുത് പ്ലീസ്. ശരിയെന്നാ.